6627 ഹരിയാനയിലെ BJP പിന്നിലാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും ഹരിയാനയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. വോട്ടെണ്ണൽ തുടങ്ങി 4.25 മണിക്കൂർ പിന്നിടുമ്പോൾ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വിയർക്കുകയാണ് NDA എന്ന കാര്യം പ്രേക്ഷകർ വിസ്മരിക്കരുത്. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 272 272-ലെത്താൻ വിയർക്കുന്ന മോഡിയെയും NDAയുമാണ് ഇപ്പോൾ കാണുന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് 4.25 മണിക്കൂർ പിന്നിടുമ്പോൾ അതിശക്തമായ മുന്നേറ്റം വിവിധ സംസ്ഥാനങ്ങളിൽ NDA കാഴ്ചവെക്കുന്നു. ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, അങ്ങനെ എല്ലാ എന്താണ് പശ്ചിമ ബംഗാളിൽ, കർണാടകത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡബിൾ ഡിജിറ്റിലേക്ക് കടന്നിരിക്കുന്നു കർണാടകത്തിൽ. അതേപോലെ തന്നെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ. സുരേഷ് ഗോപിയുടെ ലീഡ് 61,292 വോട്ടുകളാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 61,292 ആണ് എന്നുള്ളതാണ്. കണ്ണൂരിൽ ധർമ്മടത്ത് 4ാം റൗണ്ടിലും കെ സുധാകരന് ലീഡ് എന്നുള്ളതാണ്. കൃത്യമായി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് 975 ലീഡ് ഉയർത്തി. സ്മൃതി നോക്കൂ, നമ്മുടെ ടാലി 270, 259, 51 കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് പോയിരിക്കുന്നു. ഡോക്ടർ അരുൺ, എന്റെ പ്രവചനം കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് കിട്ടില്ല, NDAക്ക് കിട്ടും, NDA പ്ലസിന് കിട്ടും എന്നാണ്. ആണോ അല്ലയോ? നമ്മളെ മൊത്തത്തിലുള്ള പ്രവചനം അങ്ങനെയല്ലേ? പിന്നുള്ളത് അതെങ്ങനെ ഒറ്റയ്ക്കാവുക? ഇന്നലെ എഡിറ്റോറിയൽ ടീം നടത്തിയ പ്രവചനം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂല. 270 സീറ്റുകളിലേക്ക് NDA ചുരുങ്ങുന്നു അല്ലേ? പ്രവചനം എന്തായി? കണ്ണൂരിലെ പ്രവചനം നമുക്ക് പറയാം. മലപ്പുറത്തെ ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 1,50,000 കടത്തിയിരിക്കുന്നു. 4ാം റൗണ്ടിലും കണ്ണൂരിൽ തളിപ്പറമ്പിലും ധർമ്മടത്തും മട്ടന്നൂരും കെ സുധാകരൻ 4ാം റൗണ്ടിലും. ഇക്കാര്യം CPM പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം തളിപ്പറമ്പ് ദേശീയ തലസ്ഥാനത്ത് നിന്ന് ചില പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. JDUവിനെ കൂട്ടത്തിൽ നിർത്താൻ ആലോചിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി ചില ചർച്ചകളുടെ സാധ്യതകൾ ആരായുന്നു. വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഡൽഹിയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വിയർക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നരേന്ദ്രമോദി വിയർക്കുകയാണ് കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ. ശരിക്കൊരു കവിത പാടണം, ഇപ്പൊ പാടണം. ഒരേ ഒരു നിമിഷം നോക്കൂ, മനിതർ ഉണർന്നുകൊള്ളേ, ഇത് അരസിയൽ തീർപ്പല്ലേ, ഇത് അതിനെയും താണ്ടി അല്ലേ? അങ്ങനെയല്ലേ? താണ്ടി അരസിയൽ കാവ്യമാണിത് എന്നതാണ്. നോക്കൂ, ഇത് രാഷ്ട്രീയ കാവ്യം എപ്പിക്കായി മാറാൻ പോകുന്നു. മോദിയുടെ തേരോട്ടത്തെ, പടയോട്ടത്തെ പിടിച്ചുകെട്ടി രാഹുലിന്റെയും തേജസ്വി യാദവിന്റെയും അഖിലേഷ് യാദവിന്റെയും പോരാട്ടം ഇനി നടക്കാൻ പോകുന്നത് കാണൂ. ഇതുവരെ കണ്ടതെല്ലാം പോയി, പോകുന്നത് നിജം. തെലങ്കാനയിൽ കോൺഗ്രസ് 8, BJP 8, AMM 1. മാവേലിക്കരയിലെ UDFന്റെ ലീഡ് 8448 മാവേലിക്കരയിലെ ലീഡ് ഉയർത്താൻ കൊടിക്കുന്നിൽ സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ കെ സുധാകരൻ കുത്തനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 54,735 വിജയാഘോഷം തുടങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ. ഇതിനകം തന്നെ UDF, അതായത് നമ്മൾ കാണേണ്ടത് മാവേലിക്കര ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കൊടിക്കുന്നിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. 1,00,000 കടന്നിരിക്കുന്നു. അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയുടെ ലീഡ് 1,00,000 കടന്നിരിക്കുന്നു. സ്മൃതിയായി മാറിക്കൊണ്ടിരിക്കുന്നു, മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്മൃതിയായി പറഞ്ഞ വിസ്മൃതിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സ്മൃതിയായി മാറിക്കൊണ്ട് സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ, വിസ്മൃതിയാണ്. അതൊരു പ്രാസത്തിൽ പറഞ്ഞതാ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ, വിസ്മൃതി ഉദ്ദേശിച്ചതല്ല, ആരും ഉദ്ദേശിക്കുന്നത്. ശരി, 2,00,000 വോട്ട് കടന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അമേഠിയിൽ നേരത്തെ പറഞ്ഞ പോലെ സ്മൃതി. കെ സിയുടെ ലീഡ് ഇതാണ്. 45,318 വോട്ടുകൾക്കാണ് KCയുടെ ലീഡ്. കെ സിയെ തോൽപ്പിക്കാൻ ആരുമില്ല മക്കളെ എന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. YSRCP, BJD, JDU, TDP ഈ 4 പാർട്ടികളുമായി സംസാരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ദേശീയ തലസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വലിയ പോരാട്ടം നടന്നിരിക്കുന്നു. വലിയ നീക്കം. MV ജയരാജന്റെ തളിപ്പറമ്പില്, MV